സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ കാട് പിടിച്ച സ്ഥലത്ത് അസ്ഥികൂടം കണ്ടെത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം കാട് പിടിച്ച സ്ഥലത്താണ് ദ്രവിച്ച നിലയിലുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. മുണ്ടും ഷർട്ടും ധരിച്ച നിലയിൽ പുരുഷൻ്റെതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടമാണ് കണ്ടെത്തിയത്. ചേർത്തലയുമായി ബന്ധപ്പെട്ട് നിരവധി തിരോധാന കേസുകൾ നിലനിൽക്കുന്നതിനാൽ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് സംഭവത്തെ കാണുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചേർത്തലയുമായി ബന്ധപ്പെട്ട് നിരവധി തിരോധാന കേസുകളുണ്ട്. അതൊക്കെ സ്ത്രീകളെ കാണാതായ കേസുകളാണ്. പക്ഷെ ഇവിടെ പുരുഷൻ്റെതെന്ന് കരുതുന്ന ഒരു അസ്ഥികൂടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് മരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ സംഭവത്തിന് പിന്നിലൊരു കൊലപാതക സാധ്യതയാണോ പോലീസ് കാണുന്നത്? ടോമ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തലയിൽ നിരവധി തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിലനിൽക്കുന്ന ചേർത്തലയിലാണ് ഇങ്ങനെ ഒരു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ തന്നെ ഈ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കാട് പിടിച്ച ഭാഗത്താണ് ഇന്ന് രാവിലെ ഒരു ലോറി ഡ്രൈവർ ഇത്തരത്തിലൊരു മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത്. അത് ഒരാൾ കിടക്കുന്ന രീതിയിലുള്ള ജീർണിച്ച അവശിഷ്ടമായിരുന്നു. അസ്ഥികൂടം മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരീരത്തിൽ വസ്ത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഷർട്ടും ഒപ്പം തന്നെ മുണ്ടുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു സൂചന. ഇനി അത് ആരുടേതാണ്, പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ, നമുക്ക് ആധികാരികമായി പറയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണം. കാരണം മുഖത്തിന്റെ ഭാഗമൊക്കെ തന്നെയും ഈ അസ്ഥികൂടമായി അതിൽ തന്നെ താടിയിലൊക്കെ വേർപെട്ടിട്ടുണ്ട്. കൈകാലുകളൊക്കെ പല സ്ഥലങ്ങളിലായി അസ്ഥികൾ മാറിയിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു മാലിന്യമൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഇത്തരത്തിൽ ഒരു ശരീരം അവിടെ കിടന്ന് ജീർണിച്ച നിലയിലുള്ള ഒരു ഇതാണ് നിലവിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോയി എന്നടക്കമുള്ള വിഷയങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ നിരന്തരം മാലിന്യം കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ദുർഗന്ധം വന്നപ്പോൾ മറ്റെന്തെങ്കിലും ആയി കാണുമോ എന്ന് ചിന്തിക്കുന്നു. ഇനി ഇതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചൊക്കെ പരിശോധിച്ച് കണ്ടെത്തേണ്ടതായുണ്ട്. അത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അതൊരു വസ്ത്രമൊക്കെ വെച്ചിട്ടാണ് ഒരു പുരുഷന്റേതാണോ എന്നുള്ള രീതിയിൽ കരുതുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ഒരു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ നമുക്കിപ്പോൾ ആധികാരികമായി പറയാൻ കഴിയാത്ത രീതിയിൽ, തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അസ്ഥിപഞ്ജരം മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ചേർത്തല പോലീസ് ഈ ലോറി ഡ്രൈവർ എത്ര നാളത്തെ പഴക്കം, ഈ അസ്ഥികൂടത്തിന് എത്ര നാളത്തെ പഴക്കമുണ്ട്? ഈ മരണം അത് കൊലപാതകമല്ല, അതല്ലെങ്കിൽ ആത്മഹത്യ എന്തോ ആകട്ടെ, പക്ഷെ എത്ര നാൾ മുൻപാണ് ഈ സംഭവം ഉണ്ടായതെന്ന് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായോ? ഇത് ഇപ്പൊ സീൻ മാർക്ക് ചെയ്ത സ്ഥലം മാർക്ക് ചെയ്ത് പോലീസ് ഇട്ടിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗം പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ അത് പഴക്കമൊന്നും നിർണ്ണയിക്കാൻ നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തത്തിൽ അഴുകിയൊരു അവസ്ഥയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്ര പഴക്കമുള്ളതാണ് എന്ന് ഇപ്പോൾ നിലവിൽ അത് പറയാൻ കഴിയില്ല. കാരണം അത് സയന്റിഫിക് പരിശോധനകൾ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ശരീരത്തിൽ ഉണ്ടായിരുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ മുഴുവനായി, അതായത് മാംസഭാഗം മുഴുവനായി വേർപെട്ട് അത് പോയിട്ടുണ്ട്. അത് അല്പം പോലും മറ്റ് ഇതൊന്നുമില്ല. ആ ബോൺസ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് വെച്ചിട്ടുള്ള സയന്റിഫിക് പരിശോധനകളും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അത് എത്രമാത്രം ഈ രീതിയിൽ ഉള്ള അല്ലെങ്കിൽ എത്ര പഴക്കമുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ച് എടുക്കാനാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ശരണ്യ ഈ സമീപകാലത്ത് ആരെങ്കിലും കാണാതായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു ദുരൂഹമായ തിരോധാനം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു പരാതികൾ ഈ ചേർത്തല പോലീസിന് ഈ സമീപകാലത്ത് ലഭിച്ചിരുന്നോ? ഈ മിസ്സിംഗ് കേസുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം തൊട്ടടുത്തുള്ള മരത്തിൽ ഒരു തുണി തോർത്ത് കെട്ടിയ നിലയിലുണ്ട്. ഇനി ആ രീതിയിലൊരു തൂങ്ങിമരണമാണോ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആരും കാണാതെ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലൊരാള് ഹാങ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ആ മൃതദേഹം അവിടെ കിടക്കേണ്ട അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധയപ്പെടുന്നില്ല. കാരണം അവിടെ വരുന്ന ഈ റോഡ് നിർമ്മാണം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ലോറികളിലൊക്കെ എത്തുന്ന ആളുകളൊക്കെ പിന്നെ അവിടെ മറ്റ് മലമൂത്ര വിസർജനം അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ കാണേണ്ടതാണ്. ഇനി അത് കാണാതെ പോയതൊക്കെ എന്താണെന്നുള്ള സംശയം നിലനിൽക്കുന്നു. എന്നാൽ പോലീസ് കൃത്യമായ ഒരു ഉത്തരത്തിലേക്കോ അല്ലെങ്കിൽ അതിലേക്കോ എത്തിയില്ല. പ്രാഥമികമായി ഇത് പരിശോധനയ്ക്ക് വേണ്ടി കളക്ട് ചെയ്യുന്നടക്കമുള്ള കാര്യങ്ങളിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ.
യെസ്